ഷാർക്ക് ടാങ്കിൽ പോയി ബിസിനസ് പിച്ച് ചെയ്ത് 70 ലക്ഷം രൂപ ഫണ്ട് റേസ് ചെയ്തു. പക്ഷെ പിന്നീട് കിട്ടിയ പണി അത് വല്ലാത്തൊരു പണിയായിരുന്നു. സംഭവം ഇങ്ങനെയാണ്. 2025 തുടക്കത്തിൽ ഒരു പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ കമ്പനി ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ ചെന്ന് അവരുടെ ബിസിനസ് ഐഡിയ പിച്ച് ചെയ്തു. 70 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്തു. ആ സ്ഥാപനമാണ്, ആ ബ്രാൻഡാണ് ഈ ബ്രാൻഡ്. ഇത് കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇപ്പോഴോ? കോപ്പിയടി തന്നെ. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടേഴ്സ് തന്നെ ഇത് സമ്മതിക്കേണ്ടായി. ഇന്ത്യയിലെ ലീഡിംഗ് വാട്ടർ ബ്രാൻഡിന്റെ ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് ഇതിന്റെ ഫൗണ്ടേഴ്സ് തന്നെ ഈ ഷോയിൽ പറഞ്ഞു. ബിസ്ലേരി വെറുതെ വിടുമോ? വെറുതെ വിട്ടില്ല. അവര് ബോംബെ ഹൈക്കോടതിയിൽ ട്രേഡ്മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് സ്യൂട്ട് ഫയൽ ചെയ്തു. അക്വാപ്പിയ കോടതിയിൽ പറഞ്ഞു, ഞങ്ങളുടെ പേര് വ്യത്യസ്തമാണല്ലോ, മാത്രമല്ല ഞങ്ങൾ B2B ആണ് ചെയ്യുന്നത്, B2C ഈ ബിസ്ലേരി ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നില്ല. കോടതി ഇത്രയേ പരിഗണിച്ചുള്ളൂ. 2 ബോട്ടിൽസും അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ സാമ്യമുണ്ടല്ലോ, അത് പേര് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് ഈ ബ്രാൻഡ് ഇവിടെ വെച്ച് നിർത്തിക്കോളൂ, ഇനി ഈ പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ ഇറക്കരുത് എന്നുള്ള ഉത്തരവും ഇട്ടു. പിന്നീട് അവർ ഇതിന്റെ ഡിസൈൻ മാറ്റിയിട്ട് റീലോഞ്ച് ചെയ്തു. ഇത്തരത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിനെ അതേപോലെ അനുകരിച്ചിട്ട് പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഇവർക്കൊന്നും ഒരു സ്റ്റേജിനപ്പുറത്ത് വളരാൻ കഴിയത്തില്ല. ബ്രാൻഡ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബ്രാൻഡിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് പേരിൽ മാത്രം ഒതുക്കരുത്. പേര്, ലോഗോ, അതിന്റെ ട്രേഡ് ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഓവറോൾ ലുക്ക്, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുക.